ഹായ് ഗായ്സ്, നമ്മൾ ഇന്ന് പോകുന്നത് അബ്ബാഷ പോംപാക്കിയൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ പാർക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്താ. ഇവരെൻ്റെ എല്ലാവർക്കും ലീവാ, പക്ഷെ അന്നേരം പാർക്കിൽ തിരക്കുക. ഇത് അടിപൊളി പാർക്കാണ്. ദുബായിൽ വന്നിട്ട് കാണണം കേട്ടോ. സാധനം പോകുന്ന സ്ഥലം ഇത് കാണിച്ചിരുന്നേ. ഇത് ലൈക്കും ചെയ്യുന്ന സബ്സ്ക്രൈബ് ഈ പാർക്കിൽ 4 കേട്ടുണ്ട്. അമ്മയുടെ പോകുന്നത് 2 കേട്ടിട്ടാണ്. ഇവരെ കുക്കിംഗ് ഒന്നും പറ്റൂല, പക്ഷെ ഭക്ഷണമൊക്കെ കൊണ്ടുവരാം. ഇവർ ഒരുപാട് പാർക്കിംഗ് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പാർക്കിംഗ് ചെയ്യാം. ഇത് കണ്ടോ, ഇത്ര പാർക്കിംഗ് ഉണ്ട് ഇവിടെ. ഇത് കൂടി മെയിൻ ഗേറ്റ് വരുന്നത്. നമ്മുടെ കാർ ഇവരെ പാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ചാരുമോള് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും സമയം ചാരുമോളെ കൊണ്ട് സംസാരിപ്പിച്ചേ. നമ്മളിപ്പോൾ വന്നിട്ടുള്ള അൽബർഷ പോണ്ട് പാർക്കിലാണ് കേട്ടോ. ഇത് ദുബായ് സൗത്തിലുള്ള ഒരു പാർക്കാണ്. പിന്നെ ഇവിടുന്ന് നമുക്ക് അടുത്താണ് കേട്ടോ, നമ്മുടെ വീട്ടിൻ്റെ അടുത്താണ്. ചാരുമോള് ബോളും സൈക്കിളെല്ലാം എടുത്തിട്ടാണ് വന്നിട്ടില്ല പാർക്കിലേക്ക്. ഇവിടെ പ്രത്യേകം സൈക്ലിംഗ് ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൈക്കിളിന് വേറെ ട്രാക്ക് ഉണ്ട്, ജോഗിങ്ങിന് വേറെ ട്രാക്ക് ഉണ്ട്, അതുപോലെ അല്ലാതെ വേറൊരു സെപ്പറേറ്റ് ട്രാക്കും കൂടിയുണ്ട്. ദുബായിലുള്ള ഫാമിലീസിനൊക്കെ വൈകുന്നേരങ്ങളിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ സെപ്പറേറ്റ് ഫുട്ബോൾ കോർട്ടുണ്ട്, വോളിബോൾ കോർട്ടുണ്ട്. അതൊക്കെ ബുക്ക് ചെയ്യേണ്ടതാണ് തോന്നുന്നു. നേരത്തെ ബുക്ക് ചെയ്തിട്ട് മുനിസിപ്പാലിറ്റിയിൽ അവരെ സൈറ്റിൽ ബുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടതാണെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല. പക്ഷെ ഇവിടെ ടീമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് കളിക്കാനൊക്കെ പറ്റും വൈകുന്നേരം. നല്ല കോർട്ടൊക്കെയാണ്. ടെന്നീസിനും ഷട്ടിലിനും എല്ലാത്തിനും ഒരു കോർട്ടുണ്ട് ഇവിടെ. വലിയ പാർക്കാട്ടോ, ഈ ഏരിയയിലുള്ളതിൽ വലിയൊരു പാർക്കാണ് അൽബർഷ പോണ്ട് പാർക്ക്. നമുക്ക് ഇവിടുന്ന് പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് കഴിക്കാം. പക്ഷേങ്കിൽ ഇവിടെ കുക്കിങ്ങും ഗ്രില്ലിങ്ങും കാര്യങ്ങളൊന്നും അല്ല ഇവിടെ കേട്ടോ. ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും പാർട്ടി നടത്താനൊക്കെ ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെൻറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പോൾ നമ്മൾ പ്രീ ബുക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാർട്ടി, ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള പാർട്ടികളൊക്കെ നടത്താം നമുക്കിവിടെ. അതിന് അലൗഡാണ്. ഇത് കണ്ടോ നിങ്ങൾ, പാർക്കിൻ്റെ ഉള്ളിൽ ഫുൾ മെയ് ഫ്ലവറാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഗുൽമോഹർ പൂവ് ഇവിടെ എല്ലാ പാർക്കിലും ഇതേപോലെ പൂത്ത് നിൽക്കുകയാണ് കേട്ടോ. മൊത്തം ചോർന്നിരിക്കുക. ഇതിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് ചെറുതായിട്ട്. പുറത്തുനിന്നുള്ള സൈക്കിൾ ഇവിടെ അലൗഡ് അല്ല കേട്ടോ. എന്താ വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ സൈക്കിൾസ് റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. അതായത് 4 പേർക്കായാലും 2 പേർക്കായാലും സിംഗിൾ റൈഡിൻ്റെ സൈക്കിളായാലും ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. 1 hour ആയിരിക്കും ടൈമിങ് പറയുന്നത്. 1 hour കൂടുതൽ വേണമെങ്കിൽ തരും, പക്ഷേ അതിൻ്റെ ചാർജസ് എക്സ്ട്രാ കൊടുത്താൽ മതി. മിനിമം 1 hour ആണ് അവർ 1 hour 45 minutes അങ്ങനെ എന്തോ ആണ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെൻറ്റിന് എടുക്കാം. അത് ഇതിൻ്റെ മെയിൻ എൻട്രൻസിലാണ് റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമുള്ളത്. നമുക്ക് അവിടെ നിന്ന് റെൻറ്റ് എടുത്തിട്ട് പിന്നെ 1 hour കഴിയുമ്പോൾ നമ്മൾ തിരിച്ചേൽപ്പിച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ അതിനുള്ള സൗകര്യം കൂടി ഉണ്ട് ഇവിടെ. പിന്നെ കുട്ടികൾക്ക് പിന്നെ അവർ റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ സൈക്കിൾസ് കൊണ്ടുവരുന്നതിന്. ഈ പാർക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. ഒരുപാട് മരങ്ങളുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഏത് കോർണറിൽ പോയി ഇരിക്കാം. നമുക്ക് ടീമായിട്ട് വന്നിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് ഷീറ്റ് വിരിച്ചിരിക്കാം. നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ട് കഴിക്കാം. പക്ഷെ ഇവിടെ ഗ്രില്ല് ചെയ്യാനോ കാര്യങ്ങൾക്കോ അനുമതിയില്ല കേട്ടോ. ഇതൊക്കെ വൈകുന്നേരം സൺസെറ്റിൻ്റെ സമയത്താണ് നമ്മൾ പോയത് കേട്ടോ. എന്തൊരു ഭംഗിയാണ് നോക്കി നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ. ചാരുമോള് സൈക്കിളും ചവിട്ടി അങ്ങ് പോകണം കേട്ടോ. ചാരുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പാർക്കിലൊക്കെ പോയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വൈകുന്നേരം സൺസെറ്റിൻ്റെ സമയത്താണ് വന്നത് കേട്ടോ. ഇതൊക്കെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന സമയത്താണ്. അപ്പോൾ നല്ലൊരു ലൈറ്റും ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഫോട്ടോ എല്ലാം എടുക്കണമെങ്കിൽ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫോട്ടോ കിട്ടും ഇവിടെ നിന്ന്. എന്ന് വെച്ചാൽ നല്ല ഗ്രീനറിയും കുറേ മെയ് മാസ പൂവും നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസത്തിൽ ഫോട്ടോ എടുക്കാം കേട്ടോ. ബോട്ടിങ്ങും
അതപ്പോൾ കയാക്കിംഗ് ഒക്കെ ഉണ്ട് തോന്നുന്നു. കയാക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അവിടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാലേ ആ മറ്റേ താറാവ് പോലെ കാണുന്നില്ലേ അങ്ങവിടെ, അതൊക്കെ ബോട്ടിങ് കേട്ടോ. ഒരുപാട് പേരുണ്ട്. താറാവിനെ കണ്ടോ? ഇതാ താറാവ്. താറാവുണ്ട്, മീനൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കുഞ്ഞു കുഞ്ഞു മീനുണ്ട്, നമുക്ക് കാണാൻ പറ്റും. താറാവ് വെള്ളം കുടിക്കുന്നുണ്ട്, എന്ത് രസമാണെന്ന് നോക്കിയേ. ആ താറാവും കാക്കയും ഫൈറ്റാണ്. ഓഫ്, കാക്ക വന്ന് കൊത്താൻ നോക്കുക താറാവിനെ. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇതിന് ചുറ്റും എത്രയോ കിലോമീറ്റർ ഉണ്ട്. നമുക്കടുത്താണ് കേട്ടോ. വന്നിട്ട് വൈകുന്നേരം എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങ് അവിടെ കാണുന്നത് പ്ലേ ഏരിയ, അത്യാവശ്യം വേണ്ടുന്ന സ്നാക്സ് ഒക്കെ കിട്ടുന്ന ഒരു കടകളുണ്ട്. വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പാർക്കാട്ടോ ഇത്. ഭയങ്കര അത്രയും ആൾക്കാർ വരുന്ന ഒരു പാർക്കാണ് വൈകുന്നേരങ്ങളിൽ. നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം വോളിബോൾ നമുക്ക് ടീമൊക്കെ ഉണ്ടെങ്കിൽ വോളിബോളൊക്കെ കളിക്കാൻ പറ്റും ഇവിടുന്ന് വന്നിട്ട്. വോളിബോൾ കളിക്കാനുള്ള സൗകര്യമുണ്ട്, ഫുട്ബോൾ കളിക്കാനുള്ള സൗകര്യമുണ്ട്, കോർട്ടുണ്ട്. അതിനെന്തോ പ്രീ ബുക്കിംഗ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലമുണ്ട്. ഇവിടെ എന്തോ വരുവാണ്. മുന്നേ ഇതൊക്കെ ഓപ്പൺ ഏരിയ ആയിരുന്നു. എന്തോ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തോ വരുന്നുണ്ട് തോന്നുന്നു. പണി നടക്കുന്നുണ്ട് ഇവിടെ. ചാരൂട്ടനും ഹാപ്പി കേട്ടോ. ചാരൂട്ടൻ സൈക്കിളൊക്കെ ചവിട്ടി നല്ല ഹാപ്പി ആയിട്ട്. കുറച്ച് കഴിയുമ്പോൾ ആൾക്ക് ക്ഷീണം പിടിക്കും, അത് വേറെ കാര്യം. പക്ഷേ നല്ലൊരു, ഇപ്പം നമ്മൾ ചൂടിങ്ങനെ സ്റ്റാർട്ടായി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വലിയ ക്ഷീണം പറ്റിക്കില്ല. ഇപ്പം എല്ലാം ഗുൽമോഹർ പൂത്തിരിക്കുന്ന സമയം കേട്ടോ. മെയ് ഫ്ലവർ, അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതാ ഇവിടെ മുയൽ, ഒരുപാട് മുയലുകളുണ്ട് കേട്ടോ. ഇത് 2 എണ്ണം ഉറങ്ങുന്നതാ. മുയലും പൂച്ചയാണ് കേട്ടോ ഇവിടെ മെയിൻ ഈ പാർക്കിലുള്ള. മുന്നേ മയിലൊക്കെ ഉണ്ടായിരുന്നു അല്ലേ ഒരു പ്രാവശ്യം വന്നപ്പോൾ. പൂച്ചയുണ്ട്. പൂച്ചകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ലെന്ന് ഇവർ പറയുന്നേക്കാം. അതെ അതെ. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. വൈകുന്നേരങ്ങളിൽ നല്ല രസം ഇവിടെ നിന്ന്. ഞങ്ങൾ സ്ഥിരം വരുന്നൊരു പാർക്ക് കേട്ടോ. നിങ്ങളെ കാണിച്ചു തന്നില്ല ഇതുവരെ, അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിവിടെ അധികം വരുന്ന പാർക്കാണ്. ഇവിടെ ഫുഡ് അലൗഡാണ്, കഴിക്കാം നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട്. വേസ്റ്റൊക്കെ നമ്മൾ കറക്റ്റ് ബിന്നിലിടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ, ദുബായൊക്കെ അത്രയും നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നോക്കുന്ന സ്ഥലങ്ങളാണ് എല്ലാ പാർക്കുകളും എല്ലാം. അപ്പോൾ നമ്മൾ അതേപോലെ കെയർ ചെയ്ത് വേസ്റ്റൊന്നും ചാടാതെ, പുറത്തൊന്നും ചാടാതെ കൊണ്ടുപോവുകയാണെങ്കിൽ അടിപൊളിയാണ്. ഒരു മുയൽ, ഇത് കണ്ടോ ഇവിടെ 2 മുയൽ, അതുപോലെ കുറേ മുയലുണ്ട് കേട്ടോ. മുയലുകൾ ഒരുപാടുണ്ടല്ലോ ഇവിടെ. ഇതന്നെയല്ലേ നമ്മൾ അന്ന് കണ്ടത്? സെയിം സാധനം. ഒരു വള്ളി ഉണ്ട് അവിടെ അവരെ കൂട്ടത്തിലിരിക്കുന്നത്. ഇതൊക്കെ എന്നാണ് ഇങ്ങനെയെല്ലാം കിടക്കുന്നത്? അമ്മ
അവന് നോക്കി മാന്ത് നോക്കിയേ, തണുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ആ അവിടെ നല്ല രസമുള്ളൊരു മുയലുണ്ട്, പക്ഷെ അത് ഇങ്ങോട്ട് വരുന്നില്ല. അവരുടെ വളർത്തുന്നതാണ് തോന്നുന്നു. വെള്ള നല്ല പ്യുവർ വൈറ്റ് ഇവിടെ ഉണ്ട് ഒന്ന്. ഇതൊക്കെ നമ്മളെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയൊക്കെ നിൽക്കൂലല്ലോ പൊതുവേ. ഇതൊക്കെ ഇവിടെ നിൽക്കാൻ കാരണം എന്ന് വെച്ചാൽ ആരും ഇതിനെ ദ്രോഹിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവരും വന്നിട്ട് ക്യാരറ്റ് അതേപോലെ ഫുഡ് കൊടുക്കും. ആരും പിടിക്കുക ദ്രോഹിക്കുന്നില്ല. അതിനതിൻ്റെതായ സ്വാതന്ത്ര്യത്തിൽ വളരും ഇവിടെ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഇതേപോലെ നിൽക്കുന്നത്. ആരും ദ്രോഹിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ചാരോട്ടിന് ഭയങ്കര ഇഷ്ടമാട്ടോ. എല്ലാ പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ മുയലിനെ തലോടിയിട്ടൊക്കെ പോകും. നമ്മളിന്ന് വരുമ്പോൾ ക്യാരറ്റൊക്കെ എടുക്കാൻ വിട്ടുപോയി. സാധാരണ വരുമ്പോൾ നമ്മൾ ക്യാരറ്റൊക്കെ എടുത്തിട്ട് ഇതിന് കൊടുക്കാൻ എടുക്കലുണ്ട് കേട്ടോ. അതെ അതെ, ഇന്ന് മറന്നുപോയി. ആ ചാരുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിനെ കണ്ടപ്പോഴേ ചാരു തലോടാനൊക്കെ തുടങ്ങി. ഇത് കണ്ടോ, അവർ സൈക്കിൾ ഓട്ടി പോകുന്നുണ്ടോ? ഇത് നമുക്ക് അവിടെ നിന്ന് റെൻറ്റിന് എടുക്കാൻ പറ്റും കേട്ടോ, ഇതേപോലെയുള്ള സാധനങ്ങൾ. അത് ഈ 4 വീലും ഉണ്ടാവും, അതേപോലെ 2 വീല് സൈക്കിളും എടുക്കാം കേട്ടോ. 2 പേർ പോകുന്നതും ഒരാൾക്ക് പോകുന്നതും ഉണ്ട് കേട്ടോ. 4 പേർക്ക് പോകുന്നതും ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് റെൻറ്റിന് എടുക്കാം. 1 മണിക്കൂർ 3/4 മണിക്കൂർ അങ്ങനെയാണ് അവർ ഫീസ് ചാർജ് ചെയ്യുന്നത്. 150 അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഇവിടെ എന്ത് രസമാണ്. നമ്മുടെ വേറെ മുയൽ വന്നിട്ടാ, വെള്ള മുയൽ കണ്ടോ, നല്ല രസമില്ലേ? അതിൻ്റെ കണ്ണ് നോക്കിയേ, റെഡ് കണ്ണ്. നമ്മളെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് ഇത്, പണ്ടൊക്കെ വളർത്തുന്നത് കാണാൻ കുറേ സ്ഥലങ്ങൾ. പുല്ല് നല്ലോണം തിന്നു. ഇവിടെ ഈ പുല്ലില്ലേ, ഈ കാണുന്ന പുല്ല് ഭയങ്കരമായിട്ട് തിന്നുണ്ട്. ഇതിന് ഈ പുല്ല് തന്നെ മതി. പിന്നെ വരുന്നവരൊക്കെ ക്യാരറ്റ് അത് ഇതൊക്കെ കൊടുക്കും. അപ്പോൾ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അഡീനിയ. ചാരുട്ടാ, അവിടെ നോക്കിയേ, എത്രയാ പൂക്കൾ നോക്കിയേ. നല്ല രസമുള്ള പൂവല്ലേ, ഒരുപാട്. അതെടുക്കണ്ട, ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ഇവിടെ. നല്ല രസമില്ലേ കാണാൻ. ചാരൂട്ടിനെ അതിന് ഭയങ്കര ഇഷ്ടമായിട്ടോ, മുയലിനെ. അടി ഷൂട്ട് ചെയ്. Ready? 1. ഓ പോകുമ്പോൾ സെക്യൂരിറ്റി ഉണ്ട്, 24 hours സെക്യൂരിറ്റി ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പുറത്തുനിന്ന് സൈക്കിൾ അലൗഡ് അല്ലാന്ന് തോന്നുന്നല്ലേ ഇതിൽ. അങ്ങനെ കണ്ടിട്ടില്ല, പുറത്തുനിന്ന് നമ്മൾ കുട്ടികളെ സൈക്കിൾ അല്ലാതെ വലിയ സൈക്കിൾ അലൗഡ് അല്ലാന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്ന റെൻറ്റിന് എടുക്കുന്ന സൈക്കിൾ മാത്രമേ അലൗഡ് ഉള്ളൂ.
ഫുള്ള് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ചെറിയൊരു ഭാഗം മാത്രമേ കാണിച്ചിട്ടു. ബാക്കി എല്ലാ ഭാഗം അങ്ങനെ ഷൂട്ട് ചെയ്യാനും പറ്റില്ല, ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ദുബായിൽ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ഓപ്പൺ ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ചാരോട്ടിന് ഇടയ്ക്കിടയ്ക്ക് പിണങ്ങി പോയിട്ടുണ്ട് നമ്മളോട്. ആ നാട്ടിൽ പോയപ്പോൾ നാട്ടിലെ ചാരുവിൻ്റെ കൂട്ടുകാരെ പഠിപ്പിച്ച കേട്ടോ. നഖം ഫിറ്റ് ചെയ്യുന്നല്ലേ. ഇതെവിടുന്ന് അതിലിടയ്ക്ക് ഇതൊക്കെ കിട്ടിയേ? അച്ഛനെ. ആ ഇത് പശയുണ്ടോ ഇതിന്? പക്ഷെ ഇതൊക്കെ വാടിയതാ കേട്ടോ ചാരുട്ടാ, അതുകൊണ്ടാണ് കറക്റ്റ് നിൽക്കാത്തത്. അപ്പം എല്ലാവരോടും ബൈ ബൈ. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ.